ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവിയെന്ന് സംബന്ധിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ UDFന് 18 സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയിലും സർക്കാരിലും തിരുത്തൽ വരുത്തി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. തൃശൂരിൽ CPIM സംഘടിപ്പിച്ച IMS സ്മൃതിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. തിരഞ്ഞെടുപ്പിൽ തങ്ങൾ തോറ്റെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ MV ഗോവിന്ദൻ പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുകൾ വേണമെന്ന സൂചനയാണ് നൽകിയത്. LDFനുണ്ടായ കനത്ത പരാജയം അപ്രതീക്ഷിതമായിരുന്നുവെന്നും UDF 18 സീറ്റിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും വെളിപ്പെടുത്തി. 18 സീറ്റ് UDF ജയിച്ചു എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച സീറ്റുകൾ നഷ്ടപ്പെട്ടില്ല. അത് നല്ലപോലെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തോൽവിയെ സംബന്ധിച്ച് സമഗ്രമായ പഠനം വേണമെന്നും താഴേത്തലം വരെ പരിശോധിച്ച് കാര്യകാരണങ്ങൾ ജനങ്ങളോട് പറയുമെന്നും ജനങ്ങളാണ് അവസാന വാക്കെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരിലും പാർട്ടിയിലും തിരുത്തേണ്ടവ തിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുത്തേണ്ട മുഴുവൻ കാര്യങ്ങളും ഫലപ്രദമായിട്ട് തിരുത്തും. അത് ഞങ്ങൾ തിരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തിരുത്തേണ്ട കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും തുറന്ന മനസ്സോടെ ചർച്ച ചെയ്തത് ആവശ്യമായ തിരുത്തൽ വരും. തെറ്റായ നിലപാട് പാർട്ടി വച്ചുപൊറുപ്പിക്കില്ല. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടു പോകും. തോൽവിയും വിജയവും അവസാന വാക്കല്ല. തൃശൂരിൽ കോൺഗ്രസിന്റെ 86,000 വോട്ട് നഷ്ടപ്പെട്ടുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. റിപ്പോർട്ടർ, തൃശൂർ.